ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യു കെ എഡ്യു പ്ലസ്. എല്ലാവർക്കും യു കെ എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പബ്ലിക് എക്സാമിൽ +1 പബ്ലിക് എക്സാമിൽ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യു കെ എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഇതെല്ലാം വൃത്തിയായിട്ട് എല്ലാവരും പഠിച്ചു പോവുക. ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അതിലൊന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഭരണഘടനയുടെ ആവശ്യകത. അത് പഠിക്കണം. അതോടൊപ്പം തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, SAD ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിച്ചു പോകണം. ഇനി അതിൽ തന്നെ ഈ ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ്, അതുപോലെ പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, ഈ കാര്യങ്ങളും കൂടി ജസ്റ്റ് പഠിക്കണം. അതും 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി മറ്റൊരു ചോദ്യമാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതും ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. മറ്റൊരു ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതും ഒരു 3 മാർക്കിന് ചോദിക്കാം. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഈ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. അതിൽ പഠിക്കേണ്ടത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതും പഠിക്കണം. പിന്നെ FPTP സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ, അതോടൊപ്പം തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ സവിശേഷതകൾ, അതും പഠിക്കുക. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളും അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്. ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിൻ്റെ പേര് കാര്യനിർവഹണ വിഭാഗം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം. അത് പഠിക്കുക. പിന്നെ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെയും കുറിച്ച് പഠിച്ചു പോവുക. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഘടന. നമുക്കറിയാം അഖിലേന്ത്യാ സർവീസ് വരുന്നുണ്ട്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇതും കൂടിയും പഠിച്ചു പോവുക. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നിയമനിർമ്മാണ സഭ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാജ്യസഭ ലോക്സഭ. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അതോടൊപ്പം തന്നെ ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങളെയും കുറിച്ച് പഠിക്കണം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ഇനി അടുത്ത ആറാമത്തെ ചാപ്റ്റർ നീതിന്യായ വിഭാഗം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഏഴാമത്തെ ചാപ്റ്റർ ഫെഡറലിസം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മറ്റൊരു ചോദ്യം അധികാര വിഭജനം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദെൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലെ 3 കാലഘട്ടങ്ങൾ. ഇത്രയും പഠിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ എട്ടാമത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് 73ാം ഭരണഘടനാ ഭേദഗതി പഠിക്കണം. അതോടൊപ്പം തന്നെ 74ാം ഭരണഘടന ഭേദഗതിയും പഠിച്ചു പോവുക. ഇനി അടുത്ത 9ാമത്തെ ചാപ്റ്റർ ഭരണഘടന ഒരു സജീവ പ്രമാണം നിലയിൽ. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്
ഭരണഘടനാ ഭേദഗതിക്കുള്ള പ്രധാനപ്പെട്ട വിവിധ രീതികളെയും കുറിച്ച് പഠിക്കാം. അതോടൊപ്പം തന്നെ 42-ാം ഭേദഗതി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 42-ാം ഭേദഗതിയെക്കുറിച്ച് പഠിക്കാം. അടുത്ത 10-ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. അത് മാത്രം പഠിച്ചു പോവുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പരിമിതികളും. അടുത്ത 11-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഒരു ആമുഖം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യം ഈ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുക. അടുത്ത 12-ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് ഹാനി സിദ്ധാന്തം, പിന്നെ ആവിഷ്കാര സിദ്ധാന്തം. ഇത് മാത്രം പഠിക്കുക. ദെൻ 13-ാമത്തെ ചാപ്റ്റർ സമത്വം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സമത്വത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് പഠിക്കണം. ഓക്കെയാണല്ലോ. അടുത്ത 14-ാമത്തെ ചാപ്റ്റർ സാമൂഹ്യനീതി. ഇതിൽ വരുന്ന ചോദ്യമാണ് നീതിയുടെ 3 തത്വങ്ങളെക്കുറിച്ച് പഠിച്ചു പോകണം. പിന്നെ അതോടൊപ്പം തന്നെ ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കാം. അടുത്ത 15-ാമത്തെ ചാപ്റ്റർ അവകാശങ്ങൾ. ഇതിൽ പഠിക്കേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പഠിക്കണം, അത് മാത്രം. പിന്നെ 16-ാമത്തെ ചാപ്റ്റർ പൗരത്വം. ഇതിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ. ഇന്ത്യൻ പൗരത്വം നേടാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ. അടുത്ത 17-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദേശീയത. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ദേശീയത വളർത്തുവാൻ സഹായിക്കുന്ന ചില പൊതുധാരണകൾ. അത് പഠിക്കണം. അടുത്ത 18-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മതേതരത്വം. ഇതിൽ വരുന്ന ചോദ്യം മതേതര രാഷ്ട്രം എന്താണെന്ന് പഠിക്കുക. പിന്നെ മതേതര രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ അതും കൂടി പഠിക്കണം. പിന്നെ ഇന്ത്യൻ മതേതരത്വത്തിന് എതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളെയും കുറിച്ച് പഠിച്ചു പോവുക. ഓക്കെയാണല്ലോ. ദെൻ 19-ാമത്തെ ചാപ്റ്റർ സമാധാനം. ഈ ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ച് പഠിക്കുക. ലാസ്റ്റ് ചാപ്റ്റർ 20-ാമത്തെ ചാപ്റ്റർ വികസനം. എന്താണ് വികസനം എന്നത് പഠിക്കുക. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ ബദൽ മാതൃക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ചോദ്യവും പഠിക്കുക, ഇതിൻ്റെ ആൻസറും എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 80% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത സബ്ജക്റ്റുകളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണുക. പിന്നെ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ വീഡിയോസ് പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇനി അടുത്ത സബ്ജക്റ്റിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻഫോർമാറ്റീവായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു.